എന്നോട് കുറച്ച് പേരെ എൻ്റെ വീഡിയോൻ്റെ താഴെ ഇങ്ങനെ കട്ടിങ് സ്റ്റിച്ചിങ് കൂടെ ഒന്ന് കമന്റ് ഇടുന്നുണ്ട്. കുറേ ഒന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ അമ്മ കുറേ പറയണം, അമ്മേൻ്റെ ടോപ്പുകളൊക്കെ കേടുന്നു, ഡെയിലി ഇടാം, അപ്പോൾ ടോപ്പുകൾ അധികമല്ലാന്ന്. അതുകൊണ്ട് ഞാൻ ഇന്നാളൊരു ടോപ്പ് അടിച്ചു കൊടുത്തിരുന്നു. ഇത് ഞാൻ വീണ്ടും ഒരു ടോപ്പ് അടിക്കുകയാണ്. ഇനി ഈ ഒരു ടോപ്പിന് ഞാൻ ലൈനിങ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ടോപ്പിൻ്റെ കട്ടിങ് ഇല്ല, സ്റ്റിച്ചിങ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൽ ഈ ഒരു ടോപ്പിൽ ലൈനിങ് ഇല്ലാത്ത ആയതുകൊണ്ടും ഇതിൻ്റെ ഒരു നെക്ക് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ച് വെക്കുന്ന ആയതുകൊണ്ടും ഈ ഒരു നെക്ക് വേറെ വെട്ടണില്ല, ഇതന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ടോപ്പിൻ്റെ ചീത്ത വശത്ത് കഴുത്തിൻ്റെ ചീത്ത വശം അങ്ങനെ തിരിച്ചിട്ട് വെക്കുക. എന്നിട്ട് ആ ഒരു കഴുത്തിൻ്റെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ആ റൗണ്ട് ചെയ്തിട്ട് ഉള്ളിലുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഈ ഒരു കഴുത്ത് പുറത്തേക്ക് തിരിച്ചിട്ടിട്ട് അതിന്റെ പക്കത്ത് കൂടെ അടിച്ചു കൊടുക്കുക. ഇതിന്റെ ബാക്ക് ഭാഗം ഞാൻ ചെയ്തതും ക്യാൻവാസ് വെച്ചിട്ടല്ല, അല്ലാതെ നെക്ക് വെട്ടിയിട്ട് നമ്മൾ മാക്സിന്റെ കഴുത്തൊക്കെ ചെയ്യൂലേ അതേപോലെ കേട്ടോ, ക്രോസിൽ തുണി വെട്ടിയിട്ട് അടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ഫ്രണ്ട് നെക്കും ബാക്ക് നെക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ കൂട്ടി അടിച്ചിട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെയല്ല, ഫ്രണ്ട് നെക്ക് അടിച്ചിട്ട് ബാക്ക് നെക്ക് തിരിച്ചടിക്കുന്നതിന്റെ മുന്നേ ആ ഷോൾഡർ ഞാനോട് ക്ലോസ് ചെയ്യും. എന്നിട്ടാണ് ഞാൻ ബാക്ക് നെക്ക് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ടോപ്പ് നോർത്തിട്ട് നമുക്ക് എത്രയാണോ അളവ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അളവിന് ഇതിന്റെ രണ്ട് സൈഡ് നമ്മൾ വരച്ചു കൊടുക്കുക. ആ ഒരു ഭാഗം അങ്ങനെ അടിച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ സൈഡിൽ വരുന്ന ആ ഒരു മടക്കി അടിക്കാനുണ്ടല്ലോ അത് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ എനിക്ക് ഇവിടെ ചെയ്യാൻ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാത്തത്. എനിക്ക് പറ്റുമ്പോൾ ഞാൻ ചെയ്യേണ്ടത്. ഇതിന് ശേഷം നമ്മൾ കൈ വയ്ക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെസ്റ്റിന്റെ ആം ഹോളിന്റെ ആ ഒരു അളവിന് കൃത്യമായിട്ട് നമ്മൾ ഇതിൽ വെട്ടി ആം ഹോൾ ഇല്ലെങ്കിൽ അത് കുറച്ചും കൂടി ഇറക്കി വെട്ടി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളത് വെച്ചിട്ട് തന്നെ അടിക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി അടിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ സൈഡും കൂടി കൂട്ടിയാൽ നമ്മുടെ ടോപ്പ് സെറ്റ് ആയിട്ടോ. അപ്പോൾ അടിച്ചു വന്നപ്പോൾ അമ്മയ്ക്ക് ഞാൻ ഇതിന് മുന്നേ അടിച്ചു കൊടുത്ത ടോപ്പിനേക്കാളും ഇഷ്ടമായത് ഈ ഒരു ടോപ്പാണ്. എനിക്കും തന്നെ അമ്മ ഇട്ട കണ്ടിട്ട് ഇഷ്ടമായത് അതിനേക്കാളും ഈ ഒരു ടോപ്പായിരുന്നു കേട്ടോ.